ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ദാ നമ്മുടെ മുന്നില് ബഷീർ ദിനമൊക്കെ വരികയാണ് അല്ലേ. അപ്പോൾ ബഷീർ ദിന ക്യൂസ് നിർബന്ധമുള്ള കാര്യമാണ്. സ്കൂളിൽ എല്ലാവരും പങ്കെടുക്കും. ചിലപ്പോൾ നിങ്ങളുടെ അമ്മമാർക്കും ക്യൂസ് മത്സരമൊക്കെ സംഘടിപ്പിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ അങ്ങ് പഠിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫസ്റ്റ് പ്രൈസും വാങ്ങി ഇങ്ങ് പോരാ. എന്നിട്ട് ടീച്ചറോട് അടുത്ത ലൈവിലൊക്കെ വന്നിട്ട് പറയണം, മിസ്സേ എനിക്കായിരുന്നു ഫസ്റ്റ് 1ാം സ്ഥാനം എന്നൊക്കെ അല്ലേ. സോ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും കേട്ടിരിക്കുക. യെസ്, വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ്. അപ്പോൾ ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5-ാം തീയതിയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എന്നായിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും ക്യൂസൊക്കെ നടത്താൻ, ചിലപ്പോൾ വെള്ളിയാഴ്ചയും നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ സ്കൂൾ വർക്കിംഗ് ഡേ അല്ലാത്തൊരു ദിവസമാണ് ഈ ദിനങ്ങളൊക്കെ എങ്കിൽ അതിന് മുന്നോ പിൻപോ ഉള്ള ഒരു ദിവസം നിങ്ങൾക്ക് നടത്തും. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം, ബഷീർ ജനിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. എവിടെയാണ്? തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ്. എവിടെയാണ്? തലയോലപ്പറമ്പ്. എവിടെയാണ്? വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. അതേത് ജില്ലയിലാണ് എന്നാണ് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക. ചിലപ്പോൾ കോഴിക്കോട് എന്നൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ വൈക്കം എന്ന് കണ്ടാൽ നിങ്ങൾ അത് ഓർക്കണം, കോട്ടയം ജില്ലയിലാണ്. ഇതിൽ 2-3 ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ബഷീർ ജനിച്ചത് കോട്ടയം ജില്ലയിലെ ഏത് സ്ഥലത്താണ് എന്ന് ചോദിച്ചാൽ അല്ലെ, വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് എന്ന് നിങ്ങൾക്ക് പറയാം. ഇനിയിപ്പോ തലയോലപ്പറമ്പ് എന്ന് മാത്രം ചോദിക്കും. വൈക്കത്ത്, കോട്ടയം ജില്ലയിലെ വൈക്കത്ത് എവിടെയാണ് ജനിച്ചത്? അപ്പൊ തലയോലപ്പറമ്പ് അല്ലെ, വൈക്കത്ത് എന്നുള്ളതും വേറൊരു ചോദ്യമായിട്ട് വരാം. ബഷീർ ജനിച്ചത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് പഠിക്കാം. അങ്ങ് കോട്ടയം ജില്ലയിലാണ് ബഷീർ ജനിച്ചത്. അതെവിടെയാണ്? വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേര്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മയുള്ളതുപോലെ ബഷീറിന്റെ പ്രിയപ്പെട്ട അമ്മയുടെ പേര്, മാതാവിന്റെ പേര്, ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ എന്നായിരുന്നു. കുഞ്ഞാത്തുമ്മ. ഈ കുഞ്ഞാത്തുമ്മയാണ് ബഷീർ ഒരുപാട് നേരം വൈകിയാലും അല്ലെ കാത്തിരുന്ന് അല്ലെ ഭക്ഷണവും കാത്തുവെച്ച് കാത്തിരിക്കുന്ന ആ അമ്മ. ഈ അമ്മയുടെ അടുത്ത് നിന്നാണ്, ഈ മാതാവിന്റെ അടുത്ത് നിന്നാണ് ഒളിച്ചോടി പോയിട്ട് ഗാന്ധിജിയൊക്കെ തൊട്ട് വന്നത്. നമ്മുടെ ബഷീർ ഗാന്ധിജിയൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ. കുഞ്ഞാത്തുമ്മ. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേരെന്താണ്? പിതാവിന്റെ അച്ഛന്റെ പേര് കായി അബ്ദുറഹിമാൻ. കായി അബ്ദുറഹിമാൻ ട്ടോ. കുഞ്ഞാത്തുമ്മയും കായി അബ്ദുറഹിമാനുമാണ് മാതാപിതാക്കൾ എന്ന് ഓർത്തു വെക്കുക. ബഷീറിന്റെ പിതാവിന്റെ പേരെന്താണ്? കായി അബ്ദുറഹിമാൻ. എന്താണ്? കായി അബ്ദുറഹിമാൻ. നോക്കൂ, ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താണ് എന്നറിയോ? ഫാബി ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രിയതമ പത്നി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫാബി ബഷീർ അല്ലെങ്കിൽ ഫാത്തിമ ബീബി. ബഷീറിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബീബി എന്നാണ്. എന്താണ്? ഫാത്തിമ ബീബി. ഇനി ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബേപ്പൂർ സുൽത്താൻ എന്നാണ് നമ്മുടെ ബഷീർ അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. അപ്പൊ ഈ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാ? നമ്മള് പറഞ്ഞു ആദ്യത്തെ ചോദ്യത്തിൽ കോട്ടയത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന്, കോട്ടയം ജില്ലയില്. എന്നാൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. അതിങ്ങ് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ് ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥലം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂരിനടുത്തൊക്കെയാണ്. ചെറുവണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് കേട്ടോ. ഫറൂഖിനൊക്കെ അടുത്തിട്ടുള്ള ചെറുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഭാര്യ വീട്. അപ്പോ ഇദ്ദേഹം എവിടെയാണ് പിന്നെ താമസിച്ചത്? നമ്മൾ കോഴിക്കോടുള്ള ബേപ്പൂര് ഇദ്ദേഹം ഒരു വീടൊക്കെ വെക്കുകയാണ് അല്ലെ. അപ്പോ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. അങ്ങനെയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേര് അല്ലെ അറിയപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. ഇനി ഒരുപാട് കഥാപാത്രങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. നോക്കണേ, മൂക്ക്. മൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഈ മൂക്ക് ബഷീറിന്റെ കഥാപാത്രങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ട് അല്ലെ. അതിൽ മൂക്ക് നീണ്ടു വന്ന ഒരാളെ പറ്റി, മൂക്കനെ പറ്റി അല്ലെ എഴുതിയ ഒരു കഥയുണ്ട്. അതിൽ പ്രധാന കഥാപാത്രം മൂക്കാണ്. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതെന്ന് ചോദിച്ചാൽ
വിശ്വവിഖ്യാതമായ മൂക്കാണ്. ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്കാണ്. എന്ത്? മൂക്ക് കഥാപാത്രമായ പ്രധാന കഥാപാത്രമായ ബഷീർ കൃതി കേട്ടോ. മൂക്ക്, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറഞ്ഞാല് ലോക പ്രശസ്തമായ മൂക്ക്. ഒരാള് ഒരു ദിവസം എണീറ്റ് നിന്ന സമയത്ത് സാധാരണ മൂക്കുള്ള ഒരാളാ, പിറ്റേ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മൂക്കിനൊരു വലിപ്പം കൂടുതൽ. അങ്ങനെ മൂക്ക് ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും വലുതായി 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 വന്ന് ഇയാളൊരു അത്ഭുത വസ്തുവിനെ പോലെ എല്ലാവരും നോക്കാൻ തുടങ്ങി. ഒരു അത്ഭുതം പോലെ സിദ്ധനായിട്ടൊക്കെ കണക്കാക്കാൻ തുടങ്ങി. ദൂരെ നിൽക്കുന്നൊക്കെ പൈസയൊക്കെ കൊടുത്ത് ഇയാളെ കാണാൻ വരികയാണ് ആളുകൾ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ എന്താണ് സ്വകാര്യതയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളതാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ഇനി ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്ന്, ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്ന്. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഒന്നൊന്നും ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്നത് ഏത് പുസ്തകത്തിലാണ് ഈ ഒരു പ്രയോഗം എന്നാണ് ചോദിക്കുന്നത്. ബാല്യകാലസഖി. ഏതാണ്? ബാല്യകാലസഖിയാണ് ഒന്നൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം. ഏത് പുസ്തകത്തിലാണ്? ബാല്യകാലസഖി. അതിൽ സുഹറയും മജീദും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ബഷീർ എഴുതിയ തിരക്കഥകൾ. ബഷീർ സ്വന്തമായിട്ട് കഥ മാത്രമല്ല തിരക്കഥ എഴുതിയിട്ടുണ്ട്. അത് സിനിമയായിട്ടുണ്ട്. സിനിമയ്ക്കാണല്ലോ നമ്മൾ തിരക്കഥ എഴുതുക. അത് ഭാർഗവി നിലയം എന്ന് പറയുന്നതും ബാല്യകാലസഖിയാണ്. സിനിമയായിട്ടുണ്ട് അല്ലെ? ഭാർഗവി നിലയവും ബാല്യകാലസഖിയുമാണ് ബഷീർ എഴുതിയ സ്ക്രിപ്റ്റ് അല്ലെ. തിരക്കഥകൾ, സിനിമയായ തിരക്കഥകൾ. വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. വർഷമൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ. ഇനി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് മതിലുകൾ. മതിലുകൾ എന്ന് പറയുന്ന ഒരു സിനിമ, അടിപൊളി ഒരു സിനിമയുണ്ട്. മമ്മൂട്ടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മളെ ബഷീറിന്റെ കൃതിയാണത്. 1990 മതിലുകൾ അല്ലെ. മതിലുകൾ എന്ന് പറയുന്ന സിനിമ, അതിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്, പക്ഷെ അത് അഭിനയിച്ചിട്ടില്ല, ശബ്ദം കൊടുത്തതാണ്. ആരാണെന്നറിയോ? ഒരു മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരു 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ KPSC ലളിത ചേച്ചിയാണ്. KPSC ലളിതയാണ് ഇപ്പോഴത്തെ സ്ത്രീ കഥാപാത്രമായത്. നമ്മുടെ ബഷീർ കൃതിയുടെ ഈ ഒരു സിനിമയിലെ ബഷീറായിട്ട് അഭിനയിച്ചത് ആരാണ്? നമ്മുടെ മമ്മൂട്ടിയാണ് കേട്ടോ. ഇനി മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ, ഓർത്ത് വെക്കുക, അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിന്റെ നീല വെളിച്ചം എന്ന് പറയുന്ന കൃതി ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഭാർഗവി നിലയം. ബഷീറിന്റെ നീല വെളിച്ചം എന്ന കൃതി ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഭാർഗവി നിലയം കേട്ടോ. ഇനി ബഷീറിന്റെ എടിയെ എന്ന് പറയുന്ന കഥ, നമ്മൾ നേരത്തെ ഒരാളെ പേര് പഠിച്ചില്ലായിരുന്നോ? ഇത് ഫാബി ബഷീറിന്റെ ഭാര്യയുടെ ആത്മകഥയാണ്. എന്ത്? ബഷീറിന്റെ എടിയെ. അപ്പോ ബഷീറിന്റെ ആരാണ്? ഭാര്യയാണ് ഫാബി ബഷീർ. അവരെഴുതിയ ആത്മകഥയാണ് ബഷീറിന്റെ എടിയെ. ഓക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. കുറേ സമയം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇത് കാണില്ല അല്ലെ. അപ്പൊ ഞാൻ ഇനിയും പല പല കണ്ടന്റ് വീഡിയോസിലൂടെ, ഷോർട്ട് വീഡിയോസിലൂടെ നിങ്ങളോട് ഇത് പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? എല്ലാവരും നമ്മുടെ മൺസൂൺ ഓഫറിനെ പറ്റിയുള്ള കാര്യം മറന്നു പോകരുത്. ഇപ്പോഴും ഗോയിങ് ഓൺ ആണ്. നിങ്ങൾ നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നല്ല ആപ്റ്റായിട്ടുള്ള ഒരു ടൈമാണ്. പരീക്ഷക്കാലമാണ്, പരീക്ഷ മുന്നിലുണ്ട്. ആരും മറന്നു പോകരുത്. സോ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലേക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കിട്ടാൻ, ഓണപരീക്ഷയ്ക്ക് മികച്ച മാർക്കുകൾ വാങ്ങാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രുതി ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ ബൈ.